മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സ്വയം തൊഴിലിന് അവസരമൊരുക്കി മാതാ അമൃതാനന്ദമയി മഠം. അമൃത സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആൻഡ് ഡിസാസ്റ്റർ റിസീലിയൻസ് പദ്ധതിക്ക് മേപ്പാടിയിൽ തുടക്കമായി. കാരുണ്യ പ്രവർത്തനങ്ങളിലെ വ്യത്യസ്തതയാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ മാതൃകയെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ അഭിപ്രായപ്പെട്ടു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം വിവിധ പദ്ധതികൾക്ക് മഠം രൂപം നൽകിയിട്ടുണ്ട്. ദുരന്തബാധിതരായ വനിതകൾക്കും യുവജനങ്ങൾക്ക് തൊഴിൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് മേപ്പാടിയിലെ അമൃതാനന്ദമയി മഠത്തിന്റെ കീഴിൽ തൊഴിൽ പരിശീലനം ആരംഭിച്ചത്. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കീഴിൽ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് സ്കൂൾ വിദ്യാർത്ഥികൾ നേരിട്ട് സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുക എന്ന അമ്മയുടെ ആശയമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതെന്ന് മേപ്പാടി മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം അനുഭവിച്ച ജനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും അമ്മ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആദ്യം തുടക്കം എന്നുള്ള നിലയ്ക്ക് അവർക്ക് നമ്മൾ 10-50ഓളം യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവരുടെ ഒരു സർവേ ചെയ്തിരുന്നു. അതിൽ പ്രകാരം എല്ലാ വീടുകളിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും അതിനുശേഷം ഇപ്പോൾ അമ്മ നിർദ്ദേശിച്ചിട്ടുള്ളത് അവർക്ക് തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ്. അവർ സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതിനായിട്ട് ഇപ്പോൾ തുടക്കത്തിൽ തയ്യൽ പരിശീലനം, കമ്പ്യൂട്ടറിൻ്റെ പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം, മറ്റ് തൊഴിലുകൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജാണ് ഇപ്പോൾ വരുന്ന 3 മാസത്തേക്കായിട്ട് ഇവിടെ നടക്കുന്നത്. മഠത്തിന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകയാണെന്നും മികവുറ്റ രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അത്തരം സത്കർമ്മങ്ങൾ പബ്ലിസിറ്റിയാക്കി ഉപയോഗിക്കാത്തതാണ് അമൃതാനന്ദമയി മഠത്തിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ അഭിപ്രായപ്പെട്ടു. ഒരുപോലെ കുറേ നല്ല കാര്യങ്ങൾ ഇവരെല്ലാവരും ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരങ്ങനെ വലിയ പബ്ലിസിറ്റി ഒന്നും പോകാത്തതുകൊണ്ട് പലരും അറിയത്തില്ല എന്നത്. പക്ഷെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിൻ്റെ എല്ലാ ആളുകളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളോട് എല്ലാവരും നിരാശയൊക്കെ മാറ്റി നമുക്ക് തിരിച്ചു വരാമെന്ന്. ദുരന്തത്തിന് ശേഷം മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ നിന്നും മാറി താമസിച്ചവരെ നേരിൽ കണ്ട് സർവേ നടത്തിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. തയ്യൽ, കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 3 മാസത്തെ പരിശീലനത്തിന് ശേഷം തൊഴിൽ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്രഹ്മചാരിണി, കാരുണ്യാമൃത ചൈതന്യ, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്.